അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അധ്വാനിച്ചുണ്ടാക്കിയ കാശ് കൊണ്ട് പള്ളി ഉണ്ടാക്കി ആ പള്ളിയിൽ 2 റക്അത്ത് പെരുന്നാൾ നിസ്കാരം സുന്നത്ത് നിസ്കരിക്കാൻ പോലും ആദർശം സമ്മതിക്കാത്തവൻ്റെ പേരാണ് പുത്തൻവാദി എന്ന് പറയുന്നത്. ഈ പുത്തൻവാദികൾ ഈ അടുത്ത കാലത്തായി പെരുന്നാൾ നിസ്കാരം ഗ്രൗണ്ടിലേക്ക് മാറ്റി ഈദ്ഗാഹ് എന്ന പേരിൽ ഗ്രൗണ്ട് സംഘടിപ്പിച്ച് അതുവല്ല വെറാന്തയിലോ ഗ്രൗണ്ടിലോ നാക്കാലികളൊക്കെ മേച്ച് നടക്കുന്ന കന്നുകാലികളൊക്കെ മേഞ്ഞ് നടക്കുന്ന ഗ്രൗണ്ടിനൊക്കെ സംഘടിപ്പിച്ചിട്ട് അവിടെ ഒരുമിച്ച് കൂടി നിസ്കരിക്കുന്നതായ ഒരു ട്രെൻഡ് കണ്ടിട്ടുണ്ട്. ഈദ് എന്ന അറബി വാക്കും ഗാഹ് എന്ന പേർഷ്യൻ വാക്കും കൂടി ഒരുമിച്ചിട്ടാണ് ഈദ് ഗാഹ് എന്ന് പറയുന്ന ഒരു സംഗതി ഇവിടെ സംഘടിപ്പിക്കുന്നത്. ഇവർ സൗദി അറേബ്യയിലൊക്കെ വലിയ ഗ്രൗണ്ടിൽ കണ്ടിട്ട് അത് കണ്ടിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നാണ്. സൗദി അറേബ്യയിലെ ഈദ്ഗാഹും ഇവർ നടത്തുന്ന ഈ ഈദ്ഗാഹും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. സൗദി അറേബ്യയിലെ ഈദ്ഗാഹ് എന്ന് പറഞ്ഞാൽ ഒരു പെരുന്നാൾ കഴിഞ്ഞാൽ പിന്നെ അത് തുറക്കണമെങ്കിൽ പിറ്റത്തെ പെരുന്നാളാകണം. ആ പെരുന്നാൾ കഴിഞ്ഞാൽ പിന്നെ തുറക്കാൻ പിറ്റത്തെ പെരുന്നാളാകണം. ഇവർ ഈ ഈദ്ഗാഹ് എന്ന് പറഞ്ഞ് നടക്കുന്നത് പെരുന്നാൾ കഴിഞ്ഞ് പിറ്റത്തെ പെരുന്നാൾ വരെ നാക്കാലി മേഞ്ഞെടുക്കുകയായിരിക്കും. ചാണത്തിൻ്റെയും പിന്നെ ഗോമൂത്രത്തിൻ്റെയും മുകളിൽ ചെന്നായി നിസ്കരിക്കുന്നത്. ഇവരെ പെരുന്നാൾ നിസ്കാരം ഒന്നെങ്കിൽ ഏതെങ്കിലും ഓഡിറ്റോറിയത്തിൻ്റെ മുറ്റത്തായിരിക്കും. അത് പൊതുവിഷയത്തിന് വേണ്ടി ഒക്കെ എല്ലാവരും എല്ലാ അഴിഞ്ഞാടി നടക്കുന്നതിൽ ചെന്നിട്ട് ഇവരൊരു ദിവസം ഓലത്തടുക്കോ പന്തലോ ദാർപ്പായോ ഇട്ടിട്ട് നിസ്കരിക്കുന്ന ഒരുപാട് ആൾക്കാർ ഒരുമിച്ച് ചേർത്ത് പിന്നെ ഏതെങ്കിലും അവർക്ക് അറിയപ്പെടുന്ന ഒരു മൗലവിയെ കൊണ്ട് മലയാളത്തിൽ പ്രസംഗിപ്പിച്ച് അവിടുന്ന് നിസ്കരിക്കുന്ന ഈ പരിപാടിക്കാണ് ഇവർ ഈദ്ഗാഹ് എന്ന് പറയുന്നത്. ഇതുപോലെയല്ല അറബ് രാഷ്ട്രത്തിലുള്ള മുസ്ലിം ഈദ്. അവർ മുസ്ലിം ഈദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വഖഫ് ചെയ്തൊരു സ്ഥലമാണ്. അത് ഒരുപാട് ആളുകൾ ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയിട്ട് വെച്ച ഒരു സ്ഥലമാണ്. അത് പെരുന്നാൾക്ക് മാത്രമേ തുറക്കുള്ളൂ. മറ്റുള്ള സമയത്ത് പന്തളിച്ചാനോ വേറെ ആവശ്യങ്ങൾക്കോ കന്നുകാലികളെ വളർത്താനോ അതിനൊന്നും തുറക്കൂല. അത് കണ്ടിട്ട് ഇതാണ് അത് എന്ന് മനസ്സിലാക്കുന്നത് വലിയ വ്യത്യാസമുണ്ട്. ആനയും മുയലും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. രണ്ടും രണ്ടാണ്. അതുപോലെ ഏതെങ്കിലും മുസ്ലിം ഈദാണോ ഇന്നത്തെ പുത്തൻവാദികളെ നടത്തുന്നത്? അല്ല. മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പിന്നെ ഇതിൽ തന്നെ പെട്ടെന്ന് ദാർപ്പായി വിരിച്ചിട്ട് ഇതാണ് നിങ്ങൾക്കുള്ള ഈദ്ഗാഹ് എന്ന് പറയുന്നതും അവിടെ വഖഫ് ചെയ്ത ആ ഭൂമി തടം കെട്ടിയിട്ട് അതിന് മാത്രം വിട്ടുകൊടുക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് എന്നുള്ളത് തലച്ചോറുള്ളവർക്കൊക്കെ തിരിയും. മാത്രമല്ല എത്രയും ആളുകളെ ഉൾക്കൊള്ളാൻ പറ്റുന്ന പള്ളി ആണ് ഇപ്പം നമ്മുടെ നാട്ടിലുള്ളത്. ഒരു പള്ളി, ആ പള്ളിക്ക് 2 തട്ടൊക്കെ വെക്കുമ്പോൾ 2, 3, 4 തട്ടുള്ള പള്ളികളൊക്കെ ഉണ്ടാവും. എത്രയോ വിശാലമായ പള്ളി. ഈ വിശാലമായ പള്ളിയിൽ ഈ ജനങ്ങളൊക്കെ ഉൾക്കൊള്ളുവെച്ചെങ്കിൽ പിന്നെ ഗ്രൗണ്ടിലേക്ക് പോയാലും വലിയ അബദ്ധമാണ് അല്ലേ? ഒരു പക്ഷേ കറാഹത്തായിരിക്കും ഈ ഇത്രയും വലിയ വിശാലമായ പള്ളികളുണ്ടാകുമ്പോൾ അത് വിട്ടുപോകുന്നത്. അതുപോലെ തന്നെ മഴ വരാൻ സാധ്യതയുള്ള സമയത്തൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ നിസ്കരിച്ചിട്ടുണ്ടായിരുന്നു. അക്കാലത്ത് വലിയ വിശാലമല്ലാത്ത പള്ളിയായിരുന്നല്ലോ അക്കാലത്തെ മദീനത്തെ പള്ളി. അതിൽ ഉൾക്കൊള്ളാൻ കഴിയാത്തൊരവസ്ഥ വന്നപ്പോൾ, ജനാധിക്യം വന്നപ്പോൾ അന്നത്തെ സാഹചര്യം വെച്ച് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവിടെ വെച്ച് നിസ്കരിച്ചു എന്നതിനെ തെളിവാക്കിയിട്ടാണ് ഇന്നത്തെ വലിയ 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 പള്ളികൾ, പണ്ട് കൂറ്റൻ പള്ളികൾ നമ്മുടെ പ്രദേശത്തൊക്കെ ഇന്നും മിഞ്ഞാന്നും വരെ പള്ളികൾ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് വഹാബി. ആ പള്ളിയിലൊന്നും ഉൾക്കൊള്ളാൻ കഴിയാതെ പിന്നെ ഒന്നായിട്ട് തെളിച്ചിട്ട് കൊണ്ടുപോവുകയാണ് ഇന്ന് നാക്കാലിയാൾ കാഷ്ടിക്കുകയും മൂത്രിക്കുകയും ചെയ്യുന്ന പള്ളി പിന്നെ ഗ്രൗണ്ടിലേക്ക്. എന്നിട്ട് അവൻ പറയുകയാണ് ഇതാ മുസ്ലിം ഈദ്. ഇതിന് വിഡ്ഢിത്തരമെന്നല്ലാതെ എന്താ പറയുക സഹോദരന്മാരെ? യഥാർത്ഥത്തിൽ പെരുന്നാൾ നിസ്കരിക്കുക എന്നത് നമ്മളെല്ലാവരെയും ഉൾക്കൊള്ളുവെച്ചെങ്കിൽ അത് പള്ളിയിലാണ്. പള്ളിയിൽ വെച്ച് നിസ്കരിക്കുമ്പോൾ അതിന് പ്രത്യേക പവിത്രതയുണ്ട്. കൂലി വേറെയും കിട്ടും. മാത്രമല്ല എത്തിക്കാപ്പിൻ്റെ കൂലി വേറെയും കിട്ടും. അപ്പോൾ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധ്വാനിച്ചുണ്ടാക്കിയ കാശ് കൊണ്ടൊരു പള്ളി ഉണ്ടാക്കി ആ പള്ളിയിൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ പോലും ആദർശം സമ്മതിക്കാത്തവൻ്റെ പേരാണ് പുത്തൻവാദി എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റൂ.